സോവിയറ്റ് പാർട്ടിയുടെ അംഗീകാരം CPIക്കാണ്, CPMനല്ല എന്ന് ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്നതിന് ആ ചിത്രവും വാർത്തയും ഉപയോഗിച്ചു. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ EMS ഈ സംഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതി. ലളിതമായ ഒരു വാചകത്തിലൂടെ അന്ന് ഉയർന്നു വന്ന എല്ലാ പ്രതീതികളെയും അദ്ദേഹം നിഷ്ഫലമാക്കി. EMSന്റെ വാചകം ഇങ്ങനെയായിരുന്നു: EMS നമ്മോട് വിട പറഞ്ഞിട്ട് 3 പതിറ്റാണ്ടാകാൻ പോവുകയാണ്. EMS വിട പറഞ്ഞ ശേഷം തൊട്ടടുത്ത വർഷം മുതൽ EMSന്റെ ലോകം എന്ന പേരിൽ നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇത്തരത്തിലുള്ള ദ്വിദിന ദേശീയ സെമിനാറും ഇന്ന് സംസ്ഥാനമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആശയ സംവാദ വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. EMSനെ സംബന്ധിച്ചിടത്തോളം ആമുഖങ്ങളോ മുഖവുരകളോ ആവശ്യമില്ലാത്ത, കൂടുതൽ വിശേഷിപ്പിക്കേണ്ടതില്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്വാതന്ത്ര്യ സമര സേനാനി, സൈദ്ധാന്തികൻ, ഗ്രന്ഥകർത്താവ്, ഭരണാധികാരി എന്നിങ്ങനെ കാലത്തിന്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത അടയാളങ്ങൾ തീർത്ത ഒരു മഹത് ജീവിതമായിരുന്നു EMSന്റേതെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ആദ്യ ഘടകത്തിന്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത 4 പേരിൽ ഒരാളായിരുന്നു EMS. തുടർന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ക്ലേശകരമായ പഥങ്ങളിലൂടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുൻപോട്ട് നയിക്കുന്നതിൽ ഏറ്റവും സ്തുത്യർഹമായ പങ്കുവഹിച്ച ധീരനായ നേതാവായിരുന്നു EMS. എന്നു മാത്രമല്ല, 1964 പാർട്ടി സവിശേഷമായ വെല്ലുവിളിയെ നേരിട്ട ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ന് നമുക്ക് ചിന്തിക്കാനാവാത്ത വെല്ലുവിളികളെയാണ് നേരിടേണ്ടി വന്നത്. CPIM എന്ന നിലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്ന് ലോകത്തിലെ ഏറ്റവും പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലെനിന്റെയും സ്റ്റാലിന്റെയും എല്ലാം പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ CPIMനായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. സോവിയറ്റ് പാർട്ടിയെ പോലെ തന്നെ തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIMനെ തള്ളിപ്പറയാണ് ചെയ്തത്, അംഗീകരിച്ചിട്ടില്ല. ലോകത്തിലെ പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം CPIMനെ പിന്തുണയ്ക്കാതിരുന്ന ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഏറ്റവും ശരിയാണ്, ആ നിലപാട് ഇന്നല്ലെങ്കിൽ നാളെ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് അംഗീകരിക്കേണ്ടി വരും എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കാലത്തെ വെല്ലുവിളികളെ നേരിടുന്നതിന് മുൻപിൽ നിന്ന് നയിച്ച നേതാവാണ് സഖാവ് EMS. നമ്മുടെ പ്രിയങ്കരനായ KEN വേദിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി KENനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ആ ബോധ്യത്തിന്റെ ഉറപ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ എതിരായി നിന്നപ്പോഴും സ്വീകരിക്കുന്ന നിലപാടുകൾ പൂർണ്ണമായും ശരിയാണെന്നും അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുമുള്ള കാര്യത്തിൽ EMSന് 2 പക്ഷമുണ്ടായിരുന്നില്ല. EMS ഉൾപ്പെടെയുള്ള ഉന്നത ശീർഷരായ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കളാണ് അന്ന് CPIMന് നേതൃത്വം കൊടുത്തത്. EMSനെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഒരുപാട് ചിന്തകളിൽ ഒന്ന്, ഏറ്റവും യുക്തിഭദ്രമായി, ലളിതമായി, സങ്കീർണമായ രാഷ്ട്രീയ സമസ്യകളെ പോലും വിശദീകരിക്കാനും അത് മാഞ്ഞു പോകാത്ത വിധം വായനക്കാരുടെ, കേൾവിക്കാരുടെ മനസ്സിൽ പതിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവായിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. 64 സങ്കീർണമായ സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അന്നൊരിക്കൽ CPIയുടെ പാർട്ടി കോൺഗ്രസിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പങ്കെടുക്കുകയുണ്ടായി. പാർട്ടി കോൺഗ്രസിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന റാലിയിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ PB അംഗം പങ്കെടുക്കുകയും വേദിയിൽ വെച്ച് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരത്തിന്റെ പ്രതീകമെന്ന പോലെ ഒരു ചെമ്പതാക CPIയുടെ സെക്രട്ടറിക്ക് സമ്മാനിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മലയാള മനോരമ ഉൾപ്പെടെയുള്ള ദിനപത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ചിത്രവും ഈ വാർത്തയുമായിരുന്നു. നമ്മളെ പ്രിയപ്പെട്ട നാരായണൻ മാഷയും എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും. സ്വാഭാവികമായും അതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളും വിശകലനങ്ങളുമാണ് മാധ്യമങ്ങളാകെ ഏറ്റെടുത്തത്. സോവിയറ്റ് പാർട്ടിയുടെ അംഗീകാരം CPIക്കാണ്, CPMനല്ല എന്ന് ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിക്കുന്നതിന് ആ ചിത്രവും വാർത്തയും ഉപയോഗിച്ചു. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ EMS ഈ സംഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതി.
ലളിതമായ ഒരു വാചകത്തിലൂടെ അന്ന് ഉയർന്നു വന്ന എല്ലാ പ്രതീതികളെയും അദ്ദേഹം നിഷ്ഫലമാക്കി. EMSന്റെ വാചകം ഇങ്ങനെയായിരുന്നു: സോവിയറ്റ് പ്രസ്ഥാനത്തിന്റെ അംഗീകാരം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണ നേടാനാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളായ CPI-ക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സാർവദേശിക പ്രസ്ഥാനത്തിന്റെ പിന്തുണ അംഗീകാരം നേടാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്കിടയിലുള്ള വ്യത്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് ഉയർന്നു വരുന്ന സങ്കീർണമായ സാഹചര്യങ്ങളെ ഒരുപക്ഷെ EMSന് മാത്രം സാധിക്കുന്ന പ്രത്യേകമായ വിശകലന ശൈലിയിലൂടെ, വിശകലന പാഠവത്തിലൂടെ അദ്ദേഹം അതത് ദിവസത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംവാദങ്ങൾക്ക് കൃത്യമായ ദിശ നിർണയിച്ചു കൊടുത്തിരുന്നു എന്നതാണ്. EMSനെ ഒരിക്കൽ അഴീക്കോട് മാഷ് വിശേഷിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ EMS സെമിനാറിന്റെ ഭാഗമായി തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏറ്റവും ജാഗ്രതയുള്ള മനുഷ്യൻ എന്നാണ്, നമ്മുടെ കാലത്തെ ഏറ്റവും ജാഗ്രതയുള്ള മനുഷ്യനാണ് EMS എന്നാണ് വിശേഷിപ്പിച്ചത്. EMSുമായും CPIM-ഉമായും വളരെ കഠിനമായ തർക്കത്തിൽ ഏർപ്പെട്ട ഒരാളായിരുന്നു മലയാളികളുടെ ആദരണീയനായ എഴുത്തുകാരൻ ശ്രീ OV വിജയൻ. 80-കൾക്കൊടുവിൽ OV വിജയൻ തന്റെ ലേഖനങ്ങളിൽ EMSനെയും പാർട്ടിയെയും കഠിനമായി വിമർശിച്ചത് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. അന്ന് കോൺഗ്രസിന്റെ അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കുമെതിരായി നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ജനാധിപത്യം ദുർബലപ്പെടാതിരിക്കാൻ അഴിമതിയെയും കുടുംബവാഴ്ചയെയും എതിർക്കേണ്ടതുണ്ട് എന്ന നിലപാട് OV വിജയൻ സ്വീകരിച്ചു. അതിന് അദ്ദേഹം മുൻപോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഐക്യപ്പെടണം. ഇന്ത്യയെയും ജനാധിപത്യത്തെയും തകർക്കുന്ന അഴിമതി, അതുപോലെ തന്നെ കുടുംബവാഴ്ച. അഴിമതിക്ക് അന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകമായ ചില മാനങ്ങൾ കൂടിയുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യനിര കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഐക്യത്തിൽ BJP-യെയും ഉൾപ്പെടുത്തണം എന്ന പക്ഷക്കാരനായിരുന്നു OV വിജയൻ. എന്നാൽ അത് സാധിക്കാത്തത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. EMSന്റെയും CPIM-ന്റെയും പിടിവാശി കാരണമാണ്. ഏതു കാര്യത്തിന്റെ പേരിലാണെങ്കിലും തൊട്ടുകൂടാനാവാത്ത ഒരു കൂട്ടരാണ് സംഘപരിവാരം എന്ന നിലപാട് EMSും CPIM-ഉം സ്വീകരിക്കുന്നു എന്നതുകൊണ്ടാണ് അത് സാധിക്കാതെ പോകുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ആ കാര്യം ഉയർത്തിയും അതല്ലാതെയും CPIM-നെയും EMSനെയും എല്ലാം നിശിതമായി കഠിനമായി അദ്ദേഹം വിമർശിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ EMS വിട പറഞ്ഞപ്പോൾ OV വിജയന്റെ അനുസ്മരണ കുറിപ്പ് ഒരു വാചകം മാത്രമേ ഉണ്ടായിരുന്നു. ആ വാചകം ഇങ്ങനെയായിരുന്നു: തർക്കങ്ങൾ എത്രയോ തുച്ഛമായിരുന്നു, പക്ഷേ സഖാവേ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അനാഥരായി പോകുമായിരുന്നു ലാൽസലാം. ഇതാണ് OV വിജയൻ EMS വിട പറഞ്ഞപ്പോൾ എഴുതിയ ഒരു വരി അനുസ്മരണ കുറിപ്പ്. ഞാൻ സാന്ദർഭികമായി EMSനെ കുറിച്ച് ഓർത്തപ്പോൾ ഓർമ്മിക്കുന്ന ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ തുടർന്ന് സംസാരിക്കുന്നവരെല്ലാം പ്രത്യേകമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഒരു സൗകര്യം ഞാൻ ഇപ്പോഴാണ് ആസ്വദിക്കുന്നത്. കാരണം ഇന്ന കാര്യമൊന്നില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ വായി തോന്നുന്നു എന്തും പറയാവുന്ന ഒരു പ്രസംഗമാണ് ഉദ്ഘാടന പ്രസംഗം. എങ്കിലും സംസ്കാര സംബന്ധിയായ വിഷയത്തെക്കുറിച്ചാണ് ഈ സെമിനാറിൽ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് സംബന്ധിച്ച ആഴമേറിയ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും എല്ലാം വരാനിരിക്കുന്നതേയും സത്യത്തിൽ അർത്ഥം പറയാൻ, അർത്ഥം നിർവചിക്കാൻ, വിശദീകരിക്കാൻ ഏറ്റവും പ്രയാസമേറിയ പദങ്ങളിൽ ഒന്നാണ് സംസ്കാരം എന്ന് പറഞ്ഞത് റെയ്മണ്ട് വില്യംസ്. പക്ഷെ അദ്ദേഹം തന്നെ സംസ്കാരത്തെ പിന്നീട് നിർവചിക്കുന്നുണ്ട്. ജീവിത രീതിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആകത്തുകയാണ് സംസ്കാരം എന്ന നിലയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, പലരും ആ നിലയിൽ ജീവിതവുമായി ബന്ധമുള്ള സകലതും ചേരുന്നതാണ് സംസ്കാരം എന്ന നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ സംസ്കാരം എന്ന മലയാള പദത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, ആധികാരികമായ ആദ്യത്തെ ഭാഷാ നിഘണ്ടു എന്നറിയപ്പെടുന്ന ശബ്ദധാരാവലി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്, അതിന്റെ ആദ്യ ഭാഗം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം നടന്ന വർഷമാണ്, 1917 എന്ന് വെച്ചാൽ ഒരു 100-110 കൊല്ലം മുമ്പ്
ഏകദേശം അത്രയും കാലം മുൻപാണ് ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പ്രസിദ്ധീകരിക്കുന്നത്. ശബ്ദതാരാവലിയിൽ സംസ്കാരത്തിന്റെ അർത്ഥമായി കൊടുത്തത്, സംസ്കാരം എന്ന പദത്തിന്റെ അർത്ഥമായി കൊടുത്തത് രണ്ട് അർത്ഥങ്ങളാണ്. ഒന്ന് ഷോഡശ സംസ്കാരം എന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, ബ്രാഹ്മണരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കാരം. അതാണ് ഒരു ബ്രാഹ്മണ സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ അർത്ഥം ശവസംസ്കാരം എന്ന് വെച്ചാൽ ഒരു 100 കൊല്ലം മുമ്പ്, 100-110 കൊല്ലം മുമ്പ് കേരളത്തിൽ പോലും സംസ്കാരം എന്ന പദത്തിന് അതിനപ്പുറത്തേക്കുള്ള ഒരു വ്യാപ്തി അന്ന് കാണാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ ശ്മശാനത്തിനപ്പുറം വളരാൻ കഴിയാതെ പോയ, ശ്മശാനത്തിൽ എത്തി നിൽക്കുന്ന ഒന്നായിരുന്നു സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം, ശ്രീകണ്ഠേശ്വരത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനാണ് 50കളിലാണ് ശബ്ദതാരാവലിയുടെ പുതിയ പതിപ്പ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്കാരത്തിന് കൂടുതൽ അർത്ഥങ്ങൾ വന്നുപെട്ടത്. വിദ്യാഭ്യാസം കൊണ്ട് ആർജിക്കുന്ന മാനസിക മൂല്യം എന്നൊക്കെ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ക്രമേണ എന്താണ് സംസ്കാരം എന്ന് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്ക് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി സംസ്കാര പഠനത്തിന് പ്രത്യേകമായ വകുപ്പ് തന്നെ ആരംഭിച്ചു. ഇന്നിപ്പോ സംസ്കാരം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ബിംബങ്ങൾ വളരെ വൈവിധ്യമുള്ളതാണ്. സംസ്കാരം പിന്നീട് മുതലാളിത്ത ഘട്ടത്തിൽ, മുതലാളിത്തത്തിന്റെ സ്വാധീനത്തിൽ അതൊരു വലിയ വ്യവസായമായി മാറുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തത്തിന്റെ പ്രത്യേകത വിപണിയിൽ കേന്ദ്രീകരിക്കുന്നതും ലാഭം കാക്ഷിക്കുന്നതുമായ സമീപനമായിരിക്കും സർവ്വരംഗത്തും വെച്ച് പുലർത്തുക എന്നതാണ്. അത് മാനുഷികമായ എല്ലാറ്റിനെയും വിപണിവൽക്കരിക്കുന്ന, എല്ലാ സാമൂഹ്യ ജീവിതത്തിന്റെ ഘടകങ്ങളിലും കച്ചവട കണ്ണ് കണ്ടെത്തുന്ന മുതലാളിത്തം സംസ്കാരത്തെ വെറുതെ വിടും എന്ന് ചിന്തിക്കാനാവില്ല. ഇപ്പോ നാളെ ഡോക്ടർ KM Anil പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മുതലാളിത്ത വ്യവസ്ഥ പ്രകൃതിയിൽ നിന്നും സംസ്കാരത്തെ വേർപെടുത്തി, അല്ലെങ്കിൽ പ്രകൃതിയുടെ വിരുദ്ധ ദ്വന്ദ്വമാണ് സംസ്കാരം എന്ന സങ്കല്പനം മുൻപോട്ട് വെക്കുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണമാണ് സംസ്കാരം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദിവാസിയെ പ്രാകൃതനെന്നും സംസ്കാരമില്ലാത്തവനാണ് എന്നുമൊക്കെ നമ്മളല്ല ചിലർ ചിന്തിക്കുന്നത്. അപ്പൊ സംസ്കാരം മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യവസായമായി മാറുകയും സംസ്കാര വ്യവസായം എന്ന ഒരു സങ്കല്പനം വളരെ ശക്തിമത്തായി ഉയർന്നു വരികയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. സംസ്കാരം വ്യവസായമായി മാറുമ്പോൾ ജനങ്ങളെല്ലാം ഉപഭോക്താക്കളാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിപണിയുടെ ഒരു തത്വശാസ്ത്രമാണ്. അപ്പോ ആവശ്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആവശ്യങ്ങൾ അധികവും കപടമായ ആവശ്യങ്ങളായിരിക്കും. നമ്മുടെ കാലഘട്ടം അതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര വ്യവസായത്തെ കുറിച്ചെല്ലാം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ജെയിംസ് ബട്രാസ് നിരീക്ഷിക്കുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ 5 പേരെ എടുത്താൽ അതിലൊരാൾ സംസ്കാര വ്യവസായത്തിൽ നിന്ന് പണം വാരി സമ്പന്നനായ ഒരാളായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. എല്ലാറ്റിനെയും കച്ചവടവൽക്കരിക്കുന്ന, എല്ലാറ്റിൽ നിന്നും ലാഭം കാക്ഷിക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയുടെ കീഴിൽ തെരഞ്ഞെടുപ്പുകൾക്കും സംഭവിക്കുന്നത് എന്താണെന്ന് സമീപകാല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രക്രിയ മാത്രമല്ല. തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ഒന്നായി കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേരളത്തിന്റെ അനുഭവങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു കേട്ട ഒരു പേരാണ് കനകോലുവിന്റെ പേര്. സമാനമായ ചില പേരുകൾ മറ്റു ചില സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അവരുടെ ജോലി? തെരഞ്ഞെടുപ്പിനെ തന്നെ വിപണിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കൂടി അത് നമുക്ക് കാണാനാവണം. എങ്ങനെയാണ് സംസ്കാരം നിർമ്മിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട്. എങ്ങനെയാണ് സമ്മതി നിർമ്മിക്കപ്പെടുന്നതെന്നും പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം നിർമ്മിക്കപ്പെടുക, ജനങ്ങളുടെ ഇച്ഛയെ രൂപപ്പെടുത്തിയെടുക്കുക, അല്ലെങ്കിൽ പ്രതീതിയുടെ തടവുകാരായി മനുഷ്യരെ മാറ്റുക, നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതിനും അപ്പുറം മുഖ്യ പരിഗണനാ വിഷയങ്ങളായി സാധാരണ നിലയിൽ ജനങ്ങളെ ബാധിക്കുന്നതല്ലാത്ത പ്രശ്നങ്ങൾ കടന്നു വരിക, അതെങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജനവിധികൾ രൂപപ്പെടുത്തിയെടുക്കാനാവും എന്നെല്ലാം
തെരഞ്ഞെടുപ്പ് വ്യവസായത്തിന്റെ ഭാഗമായി തന്നെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും സംഘങ്ങളുമെല്ലാം ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. വിഷയം വളരെ ആഴമേറിയതും വിശാലവുമായിട്ടുള്ളതാണ്. അതിന്റെ വിവിധ ഭാഗങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം എന്ന നിലയിൽ കൂടുതൽ ദീർഘമായി സമയമെടുത്ത് വരാനിരിക്കുന്നവരുടെ 5 പേര് തുടർന്ന് സംസാരിക്കാനുണ്ടെന്നാണ്. അപ്പോ അവരെല്ലാം സാമാന്യം സമയമെടുത്ത് സംസാരിച്ച് ശീലിച്ചവരുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ധീരമായി നേരിടാൻ EMSന്റെ ഓർമ്മകൾ കരുത്തു പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. EMSനെ കുറിച്ച് എത്ര ഓർമ്മിച്ചാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സംഭാവനകളെ സംബന്ധിച്ച് വിശദീകരിച്ചാലും അവസാനിക്കുകയില്ല. EMSന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അദ്ദേഹം ദീർഘകാലം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സവിശേഷമായ ഒരു മാതൃക സൃഷ്ടിച്ചതോടൊപ്പം തന്നെ അധികാരം കാര്യമായി സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു EMS എന്നതാണ് പ്രത്യേകത. അധികാരത്തിന്റെ അപകടങ്ങളെ കുറിച്ച് AKG ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. EMS അങ്ങനെ അധികാരത്തിന്റെ തടവുകാരനാവാതെ ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ മാതൃക സൃഷ്ടിച്ചയാളാണ് എന്നതും EMSനെ ചരിത്രത്തിൽ പ്രത്യേകമായി തന്നെ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. EMSന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സെമിനാറിലെ ഈ സെഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അഭിവാദനം.